പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 175 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ സമൂഹം തിന്മയിൽ ജനിച്ച് അശുദ്ധിയിൽ വളരുന്നതായിട്ടാണ് ഈ കാലത്ത് നാം കാണുന്നത്. അപ്പന്മാർ സ്വന്തം പെൺമക്കളെ പീഡിപ്പിക്കുന്നു, ആൺമക്കൾ അമ്മയ്ക്ക് പീഡനം നൽകുന്നു. 4-5 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു കൊല ചെയ്യപ്പെടുന്ന കാലം, മനുഷ്യനെ വെട്ടി നുറുക്കി ഷോക്കേസിൽ ആക്കി ഉപേക്ഷിക്കുന്ന കാലം. ഈ സാഹചര്യത്തിൽ ദൈവപുരുഷൻ വിളിച്ചു പറയുന്നത് നമ്മോട് തന്നെയല്ലേ? ചിന്തിക്കുക. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കൂ. തിന്മയെ ഉപേക്ഷിക്കുവാനുള്ള ഏക വഴി നമ്മുടെ വിശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, നമ്മുടെ വിശുദ്ധീകരണം. എന്നാൽ തിന്മയുടെ ശക്തി വർദ്ധിക്കുകയാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2:7 സാക്ഷിക്കുന്നു. മദ്യപാനവും ലഹരിയും അധർമ്മത്തിൻ്റെ മർമ്മമാണ്. മാതാപിതാക്കൾ ഈ അധർമ്മത്താൽ മക്കൾക്ക് ജന്മം നൽകുന്നു. യുവാക്കളായ ദമ്പതികൾ ബ്ലൂ ഫിലിം പോലെ ഉള്ള കാഴ്ചകൾ കണ്ട് ഉത്തേജിതരായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ വിധമായ അശുദ്ധി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുക, തലമുറ അശുദ്ധിയിൽ ഉളവാകുന്നു എന്നതാണ് നാം അറിയാതെ പോകുന്നത്. സാത്താൻ ഹൃദയങ്ങളെ കൈവശമാക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 5:3 എഴുതിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് അനന്യാസെ, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അതെ, തിന്മ ചെയ്യുന്നവൻ്റെ ഹൃദയം അവന് നഷ്ടമായിരിക്കുക. സാത്താൻ അവൻ്റെ ഹൃദയം കൈവശമാക്കുന്നു. ദൈവമായ കർത്താവ് കായീനോട് പറഞ്ഞു, കായീനെ, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം. 34:7 ദൈവം കായീനോട് പറഞ്ഞതായ ഈ വചനങ്ങളെ നാം വായിക്കുന്നു. പക്ഷേ കായീൻ തൻ്റെ സഹോദരനെ കൊന്നു. അവന് പാപത്തെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. ഹാബേലിൻ്റെ ഹൃദയത്തെ കൈവശമാക്കിയ ദൈവം കായീൻ്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തിയ സാത്താൻ, ഇത് രണ്ടും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലിൽ ആരാണോ നമ്മുടെ ഹൃദയത്തിനെ കൈവശമാക്കുന്നത്, അവൻ്റെ സ്വഭാവവും ശക്തിയുമാണ് നമ്മിൽ ഉണ്ടാകുന്നത്. സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ കൈവശമാക്കിയാൽ തീർച്ചയായും തിന്മ, അശുദ്ധി നമ്മിൽ പെരുകും. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ വാതിൽക്കൽ നിന്ന് നമ്മുടെ കർത്താവ് മുട്ടുന്നു. ആ വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് കർത്താവിനെ സ്വീകരിച്ചാൽ ആ ഹൃദയത്തിൽ പിന്നെ സാത്താൻ പ്രവേശിക്കാതെ വാതിലടച്ച അനുഭവം ആയിരിക്കും. നാം ഉപവാസവും പ്രാർത്ഥനയുമാവുന്ന ആയുധത്താൽ സാത്താനെതിരെ വേലി കെട്ടുകയും അവനെ അകറ്റി നിർത്തുകയും ചെയ്യണം. പ്രാർത്ഥനയും ഉപവാസവുമാണ് അതിനുള്ള പോംവഴിയെന്ന് കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ദൈവേഷ്ടപ്രകാരം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ നാം പഠിക്കുകയും ചെയ്യണം. നമ്മുടെ തലമുറ വിശുദ്ധിയിൽ ജനിക്കണം, വിശുദ്ധിയിൽ വളർത്തപ്പെടണം.
ഇതിനായി നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ച് തണ്ണിക്കോട്ടച്ച്.